Hi friends, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ നമ്മളൊരു അൺബോക്സിംഗ് വീഡിയോ ആണ്. ഇന്ന് നമ്മൾ ബോയ M1 മൈക്കാണ് നമ്മൾ ഇന്ന് അൺബോക്സ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസും റിവ്യൂവും കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കാം. ഇനിയിപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ മൈക്ക് അൺബോക്സ് ചെയ്യുകയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ മൈക്കിൻ്റെ ഒരു ബോക്സ്. അപ്പോൾ ഇത്ര വലിയൊരു ബോക്സിലൊക്കെയാണ് പാക്ക് ചെയ്ത് വരുന്നത്. അപ്പോൾ ഇനി നമുക്കത് ഓപ്പൺ ചെയ്ത് നോക്കാം. ചെറിയൊരു നൈഫ് എടുത്തിട്ടുണ്ട്, നമുക്ക് ഈ ഒരു ഭാഗം കട്ട് ചെയ്ത് നോക്കാം. ഇതിനുള്ളിൽ ആമസോണിൻ്റെ ചെറിയൊരു നോട്ടീസാണ്, അതുപോലെ തന്നെ ഒരു ഇൻവോയ്സും ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. നമ്മൾ പർച്ചേസ് ചെയ്ത ഡീറ്റെയിലൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ബോക്സിലാണ് നമ്മുടെ മൈക്ക്, ഈ ഒരു മോഡൽ ബോക്സിലാണ് വരുന്നത്. അപ്പോൾ ഇത് ബ്രാൻഡൊക്കെ ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ബോയ M1 മൈക്കാണ് നമ്മളിവിടെ പർച്ചേസ് ചെയ്തത്. അപ്പോൾ ഇതിൻ്റെ കുറച്ച് ഡീറ്റെയിലൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്, ചെറിയ ഫീച്ചേഴ്സൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്, സ്പെസിഫിക്കേഷനും അതൊക്കെ ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഇത് ഫ്രീക്വൻസിയും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഫ്രീക്വൻസി റേഞ്ച് എന്ന് പറയുന്നത് 65 ഹെർട്സ് ടു 18 കിലോ ഹെർട്സ് വരെയാണ്. ആ ഒരു റേഞ്ചിലാണ് ഇവിടെ ഫ്രീക്വൻസി വരുന്നത്. അതുപോലെ തന്നെ വെയിറ്റ് ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതായത് മൈക്രോഫോണിന് 2.5 ഗ്രാം വെയിറ്റും അതുപോലെ തന്നെ പവർ മൊഡ്യൂളിന് 18 ഗ്രാം വെയിറ്റുമാണ്. അതൊക്കെ ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ ഫീച്ചേഴ്സ് വരുന്നത് ക്ലിപ്പ് ഓൺ മൈക്ക് ഫോർ സ്മാർട്ട് ഫോൺ ആൻഡ് DSLR. അങ്ങനെ ക്യാമറയും നമുക്ക് അല്ലെങ്കിൽ സ്മാർട്ട് ഫോണായിട്ടും ഇത് കണക്ട് ചെയ്ത് യൂസ് ചെയ്യാം, അതായത് നമുക്ക് റെക്കോർഡ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ അങ്ങനെ ഫീച്ചേഴ്സൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ മൈക്ക്. ഇനിയിപ്പോൾ നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ മൈക്ക് ഓപ്പൺ ചെയ്തെന്ന് വെച്ചാൽ ഈ ഒരു രീതിയിലായിരിക്കും. ഒരു ചെറിയൊരു ക്യാരി ബാഗ് ഉണ്ട്, അപ്പോൾ അതിനുള്ളിലാണ് മൈക്ക് സെറ്റ് ആയി വന്നിരിക്കുന്നത്. അപ്പോൾ അതിനുള്ളിൽ മൈക്ക് ഉണ്ട്. പിന്നെ നമുക്കിതിൻ്റെ ഒപ്പം ഒരു യൂസർ മാനുവൽ കിട്ടുന്നുണ്ട്. മൈക്കൊന്ന് എടുത്ത് നോക്കാം. ഈ ഒരു ഓപ്പണായ രീതിയിൽ തന്നെയാണ് നമുക്കതിൽ കിട്ടുന്നത്. അപ്പോൾ ഇതാണ് മൈക്ക്, നമ്മുടെ ബോയ M1 മൈക്ക്. ഈ ഒരു കണ്ടീഷനായിരിക്കും കിട്ടുന്നത്. കണ്ടില്ല, ഇവിടെ വയറൊക്കെ ഇഷ്ടംപോലെ ഉണ്ട്. 6 മീറ്റർ ലെങ്ത് ഉള്ളതുകൊണ്ട് നമുക്ക് കുറേ ദൂരെയൊക്കെ നിന്ന് ഷൂട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സെറ്റപ്പൊക്കെ ഉണ്ട്. നോർമൽ ഒരു മൈക്കാണെങ്കിൽ ഇത്ര ലെങ്ത് ഒന്നും ഉണ്ടാവില്ല, ഒരു 2 മീറ്ററൊക്കെ മാക്സിമം കിട്ടുള്ളൂ. പിന്നെ നമ്മുടെ ക്യാരി ബാഗിൽ എന്തൊക്കെയുള്ളത് നമുക്ക് നോക്കാം. ഇതാണ് നമ്മുടെ കണക്ടറൊക്കെ ഉള്ളത്. 3-4 ഐറ്റംസ് ഉണ്ട്. ഇതൊന്ന് നമ്മൾ ക്ലിപ്പ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു ചെറിയൊരു ക്ലിപ്പാണ്. അപ്പോൾ നമ്മുടെ ഷർട്ടിലൊക്കെ ക്ലിപ്പ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ചെറിയ ക്ലിപ്പ് നമുക്ക് ഇതിനൊപ്പം കിട്ടുന്നുണ്ട്. ക്ലിപ്പ് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി ക്ലിപ്പ് തന്നെയാണിത്. ഇതിൽ കുഴപ്പമില്ലാത്ത ക്വാളിറ്റി ഉണ്ട്, നല്ല ടൈറ്റൊക്കെയാണ്. പിന്നീട് നമുക്ക് ഇതുപോലത്തെ ഒരു നോയ്സ് ഫിൽറ്റർ കിട്ടുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ വോയിസൊക്കെ റെക്കോർഡ് ചെയ്യുമ്പോൾ ഉള്ള നോയ്സ് കളയാൻ പറ്റിയ ഒരു ചെറിയൊരു ഫിൽറ്ററാണിത്. ഇത് നമുക്ക് കിട്ടുന്നത് ഇതുപോലത്തെ ഒരു പിന്നാണ്, അതൊരു കണക്ടർ. അപ്പോൾ ഈ ഒരു പിന്നിൻ്റെ ഭാഗം നമുക്ക് ഇതുപോലെ കണക്ട് ചെയ്ത് യൂസ് ചെയ്യാം. അപ്പോൾ നമുക്ക് വേറെ ഏതെങ്കിലും വീഡിയോ ക്യാമറയിലൊക്കെ ഷൂട്ട് ചെയ്യണമെന്ന് വെച്ചാൽ ഇതുപോലെ കണക്ട് ചെയ്തിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ അതിനുള്ള ഒരു കണക്ടറാണ് ഇത്. നമുക്ക് ഇതിനൊപ്പം കിട്ടുന്നത് ബാറ്ററിയാണ്. അപ്പോൾ ഇതുപോലത്തെ ഒരു ബട്ടൺസ് ബാറ്ററിയാണ്. അപ്പോൾ ഇത്ര ഐറ്റംസാണ് നമ്മുടെ ഈ ഒരു മൈക്കിനൊപ്പം ലഭിക്കുന്നത്. ഇത്ര ഐറ്റംസാണ്. ഓക്കെ, ഇനിയിപ്പോൾ നമുക്ക് മൈക്ക് എടുത്ത് നോക്കാം. അപ്പോൾ നമ്മളിവിടെ കണക്ടർ എടുത്ത് നോക്കുകയാണെങ്കിൽ ഇതുപോലെ 3.mm കണക്ടറാണിത്. ഇതുപോലത്തെ ഒരു കണക്ടർ ഉണ്ടാവും. ഇതുപോലെ 6 മീറ്റർ ലെങ്ത് ഉള്ള വയറാണ്. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള വയറുകളാണ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ യൂസർ മാനുവൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതെങ്ങനെയാണ് കണക്ട് ചെയ്യേണ്ട രീതികളൊക്കെ ഇവിടെ കറക്റ്റായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ പിക്ചർ രൂപത്തിൽ കൊടുത്തിട്ടുണ്ട്, അതുപോലെ ഓരോ പോയിന്റ് വൈസ് ആയിട്ട് വേറെ കൊടുത്തിട്ടുണ്ടാവും.
അപ്പോൾ നമ്മളതെങ്ങനെയാണ് ഷർട്ടിലേക്കൊക്കെ ക്ലിപ്പ് ചെയ്യേണ്ട രീതിയൊക്കെ കറക്റ്റായിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ നോക്കിയിട്ട് വേണം നമ്മൾ കണക്ട് ചെയ്യാൻ. അപ്പോൾ നമുക്ക് അതുപോലെ കണക്ട് ചെയ്തെടുക്കാം. അത് കഴിഞ്ഞ് നമുക്ക് ഈ ഒരു ഭാഗത്താണ് വരുന്നത്. ഇവിടെയാണ് നമ്മൾ പവർ മൊഡ്യൂളായിട്ട് യൂസ് ചെയ്യുന്നത്. അതായത് ഇവിടെയാണ് നമ്മൾ ബാറ്ററിയൊക്കെ സെറ്റ് ചെയ്യുന്നത്. തിരിച്ചൊന്ന് ഓപ്പൺ ചെയ്താൽ മതി. ഈ ഒരു ഭാഗത്താണ് നമ്മൾ ബാറ്ററി ഇട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ നമുക്ക് ബാറ്ററി ഇതുപോലെ എടുത്ത് ഈ ഒരു ഭാഗത്ത് കണക്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ ബാറ്ററി കണക്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ടൈറ്റ് ചെയ്ത് ക്ലോസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനിയിപ്പോൾ നമ്മളിവിടെ ഷൂട്ട് ചെയ്യാൻ നേരത്ത് ഏത് മോഡിലാണോ നമ്മൾ ഷൂട്ട് ചെയ്യുന്നത് ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കണം. അതായത് ഇവിടെ ക്യാമറ മോഡ് അതുപോലെ തന്നെ സ്മാർട്ട് ഫോൺ മോഡ് എന്ന് പറഞ്ഞ് 2 ഓപ്ഷൻ ഉണ്ടാവും. അതിൻ്റെ സെൻറ്ററായിട്ടായിരിക്കും ഓഫ്. അപ്പോൾ നമ്മൾ ഏതിലാണോ ഷൂട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, അതായത് ഓഡിയോ റെക്കോർഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, ആ ഒരു മോഡ് നമ്മളിവിടെ സെലക്ട് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇതാണ് നമ്മുടെ മൈക്രോഫോൺ. ഈ ഒരു ഏരിയയിലാണ് മൈക്രോഫോൺ സെറ്റ് ചെയ്തേക്കുന്നത്. ഈ ഒരു സെറ്റപ്പിലായിരിക്കും മൈക്രോഫോൺ ഇരിക്കുക. ഇതിപ്പോൾ നമുക്ക് ഈ വോയിസ് ഫിൽറ്റർ ഇടാതെ വേണം യൂസ് ചെയ്യാം. കുറച്ചുകൂടെ നോയിസൊക്കെ ഒന്ന് ഫിൽറ്റർ ചെയ്ത് കിട്ടാൻ വേണ്ടിയാണ് ഈ ഒരു ബഡ്സ്. ഇത് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇതിനിപ്പോൾ നമുക്ക് ഡയറക്റ്റായിട്ട് വേണം യൂസ് ചെയ്യാം. അതായത് നമുക്ക് ഇവിടെ ബാറ്ററി ഇൻസേർട്ട് ചെയ്യാതെ തന്നെ നമുക്ക് വേണേൽ യൂസ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഫോണിൽ നിന്നുള്ള ചാർജ് ആയിരിക്കും ഇതിൻ്റെ അത് റൺ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു രീതി വേണം നമുക്കിത് യൂസ് ചെയ്യാം. ഇനിയിപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത് ഇതിൻ്റെ ഓഡിയോ ക്വാളിറ്റിയാണ്. അപ്പോൾ നമുക്ക് ഇതൊന്ന് ഫോണിലേക്ക് കണക്ട് ചെയ്ത് നോക്കാം. ഫ്രണ്ട്സ്, അപ്പോൾ ഇപ്പം നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഞാൻ ഇതുവരെ യൂസ് ചെയ്തുകൊണ്ടിരുന്ന ഒരു മൈക്കാണ്. ഇത് കുറച്ച് റേറ്റൊക്കെ കുറഞ്ഞ ഒരു മൈക്കാണ്. അപ്പോൾ അതുപോലെ തന്നെ അതിൻ്റെ വോയിസ് ക്വാളിറ്റിയും കുറവായിരിക്കും. ഇപ്പോൾ ഞാനിപ്പോൾ ഒരു സൈലൻ്റ് ആയിട്ടുള്ള റൂമിൽ നിന്നാണ് എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത്രയും ക്വാളിറ്റി ഇപ്പോൾ ഇതിനകത്ത് കിട്ടുന്നുണ്ട്. ഇതുപോലെ നമ്മൾ പുറത്തേക്കൊക്കെ ഇറങ്ങിയിട്ട് എടുക്കുകയാണെങ്കിൽ ഭയങ്കര നോയിസ് സൗണ്ടൊക്കെ ആയിരിക്കും. ഇതുവരെ ഞാൻ വീഡിയോസൊക്കെ റെക്കോർഡ് ചെയ്തപ്പോൾ തന്നെ എനിക്കറിയാം അത്രയും നോയിസ് സൗണ്ടുകളാണ് ഇതിനകത്ത് ക്യാച്ച് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് ഈ നമ്മൾ ഇതുവരെ യൂസ് ചെയ്തുകൊണ്ടിരുന്ന ഒരു ലോ ക്വാളിറ്റിയിലുള്ള ഒരു മൈക്ക്. അതിൻ്റെ വോയിസ് ക്വാളിറ്റിയാണ് നിങ്ങളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇത് നമുക്ക് നമ്മുടെ ബോയ M1 ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഓക്കെ ഫ്രണ്ട്സ്, ഇപ്പോൾ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ബോയ M1 മൈക്കിലെ വോയിസ് ആണ്. ഇത്രയും വോയിസ് ക്വാളിറ്റി ഉണ്ടാവും. അപ്പോൾ അതുപോലെ തന്നെ നല്ല ക്യാച്ചിങ് ആയിരിക്കും. സൗണ്ട് ക്ലിയർ സൗണ്ട് ആയിരിക്കും ക്യാച്ചിങ്. അതല്ലാതെ നോയിസ് സൗണ്ടുകളൊന്നും ക്യാച്ച് ചെയ്യുന്നില്ല. നല്ല ക്ലിയർ വോയിസ് ആയിരിക്കും. നോയിസ് സൗണ്ടുകളൊക്കെ ഫിൽട്ടർ ചെയ്ത് നല്ല ക്ലിയർ വോയിസ് ആണ് ഇപ്പോൾ നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഇത്രയും ഒരു ക്വാളിറ്റി ഉണ്ടാവും നമ്മുടെ ബോയ M1 മൈക്കിൽ. പിന്നെ ഞാൻ ജസ്റ്റ് പുറത്ത് പോയിട്ടൊന്ന് അവിടുന്ന് നമുക്ക് കിട്ടുന്ന ഒരു വോയിസ് ക്വാളിറ്റി കൊണ്ടൊന്ന് ചെക്ക് ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് പുറത്ത് നോക്കാം. ഫ്രണ്ട്സ്, അപ്പോൾ ഇപ്പോൾ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന ബോയ M1 മൈക്കിലെ വോയിസ് ക്വാളിറ്റിയാണ്. അപ്പോൾ ഇത്ര ഒരു വോയിസ് ക്വാളിറ്റി കിട്ടും. അപ്പോൾ നമ്മുടെ പുറത്ത് ചെറിയ സൗണ്ട് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് കേട്ടാൽ അറിയാം അതിൻ്റെ ആ ഒരു ഫിൽട്രേഷൻ കറക്റ്റായിട്ട് നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നല്ല ക്ലിയർ വോയിസ് ആണ് ഇപ്പോൾ കിട്ടുന്നത്. അപ്പോൾ നല്ല ബെസ്റ്റ് വോയിസ് ക്വാളിറ്റി നമുക്ക് ഈ ഒരു മൈക്കിൽ പറയാൻ സാധിക്കും. ഫ്രണ്ട്സ്, അപ്പോൾ ഇത് നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആയിരിക്കുന്ന ഒരു മൈക്ക് തന്നെയായിരിക്കും. നിങ്ങൾ ഈ ഇൻസ്റ്റയിലൊക്കെ റീൽസൊക്കെ ഓൺ വോയിസിൽ വീഡിയോസൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ഹെൽപ്ഫുൾ ആയിരിക്കും. അതുപോലെ തന്നെ യൂട്യൂബ് വീഡിയോ ഒക്കെ ചെയ്യുന്നവർക്കാണെങ്കിൽ എന്തായാലും ഹെൽപ്ഫുൾ ആയിരിക്കും. ചെറിയൊരു പൈസയ്ക്ക് നല്ല ക്ലാരിറ്റിയുള്ള നല്ല വോയിസ് കിട്ടുന്ന ഒരു മൈക്കായിരിക്കും നമുക്ക് കിട്ടുന്നത്. അപ്പോൾ അത്യാവശ്യം നല്ലൊരു വോയിസ് ക്വാളിറ്റി നമുക്ക് ഈ ഒരു മൈക്കിൽ പറയാൻ സാധിക്കും. ഫ്രണ്ട്സ്, അപ്പോൾ ഇനി ഇതിൻ്റെ പ്രൈസ് നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ ബോയ M1 മൈക്കിൻ്റെ പ്രൈസായിട്ട് വരുന്നത് 750 ആണ്. ഞാനിപ്പോൾ ഈ ഒരു ബിഗ് ബില്യൺ സെയിൽ ടൈമിൽ മേടിച്ചതാണ്. അപ്പോൾ ഏകദേശം ഒരു 1000 രൂപ അല്ലാതെ വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഓഫറുള്ള ടൈമിൽ മേടിച്ചുകൊണ്ടാണ് 750ക്ക് മേടിക്കാൻ പറ്റിയത്. അപ്പോൾ നിങ്ങൾക്ക് ഇത് വേണേൽ ഡയറക്റ്റ് പർച്ചേസ് ചെയ്യാം. അതിനുള്ള ഒരു ആമസോൺ ലിങ്ക് ഞാൻ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അവിടുന്ന് ഡയറക്റ്റ് പർച്ചേസ് ചെയ്യാവുന്നതാണ്. ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടമായിരുന്നു. വീഡിയോ ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യണം. വീഡിയോയെ കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് ചെയ്യണം. ഇനിയും ഇതുപോലത്തെ വീഡിയോസ് നിങ്ങളുടെ ഫോണിൽ ലഭിക്കാൻ വേണ്ടി ബിടെക് മലയാളം എന്ന യൂട്യൂബ് ചാനലും കൂടെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കാം. നമുക്ക് പുതിയൊരു വീഡിയോ നെക്സ്റ്റ് കാണാം.